കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽ തുമ്പിൽ. കരിമണ്ണൂർ കള്ളയോട്ട് രേഖപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂൾ കരിമണ്ണൂരിൽ 2 കള്ള വോട്ട് നടന്നതായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. 63-ാം ബൂത്തും 66-ാം ബൂത്തിലുമാണ് കള്ളയോട്ട് ചെയ്തിട്ട് പോയിട്ടുള്ളത്. 63-ാം ബൂത്തിലെ ഷാജു പടിഞ്ഞാറേ മൂട്ടിലെ വോട്ടാണ് കള്ള വോട്ടായിട്ട് മറ്റൊരു വ്യക്തി ചെയ്തിട്ട് പോയത്. ആദ്യം കൈവറിൽ കാണിച്ച വോട്ട് ചെയ്തോ? ഇതുണ്ട് ചേട്ടാ, വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അത് ഇങ്ങനെ എന്തുകൊണ്ടാ ടെൻഡേഡ് വോട്ടായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി കാര്യം ഞാൻ ഏകദേശം ഒരു 3 മണിയോടുകൂടി ഇവിടെ വോട്ട് ചെയ്യാൻ വരികയും എൻ്റെ കാർഡും സ്ലിപ്പോടെ അവിടെ കൊടുത്തപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞു വോട്ട് ചെയ്തു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വോട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് വേറെ ആരോ ചെയ്തായിരിക്കാം, വോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു രാവിലെ വോട്ട് ചെയ്തു, രാവിലെ 14-ാമത്തെ ആളാണ് ഈ നമ്പറിൽ വന്ന് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വോട്ട് ചെയ്യണം, എനിക്ക് വോട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ന് പറഞ്ഞു ഈ കുട്ടി ആധാർ കാർഡിൻ്റെ എടുത്തുള്ള നമ്പർ ഞങ്ങൾ നിർത്തും നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആധാർ കാർഡ് എടുത്ത് കൊടുത്തു. അപ്പോൾ വേറെ നമ്പറിലാണ് ആധാർ കാർഡ് വോട്ട് ചെയ്തേക്കണം. എനിക്ക് വോട്ട് ചെയ്യാത്തതിൽ വലിയ ഖേദമുണ്ട്. കാരണം എൻ്റെ അവകാശമാണ്, അത് കിട്ടാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. ഈ കുറ്റവാളികളെ ഇതിൻ്റെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനെപ്പറ്റി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് പറയുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് കർശനമായിട്ട് അതിൻ്റെ രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശക്തമായൊരു അന്വേഷണമുണ്ട് എന്നൊരു ഉറപ്പാണ്. കേരളത്തിൽ അന്യങ്ങാനോ ഇന്നോ നമ്മളെല്ലാ വാർത്താ ചാനലിൽ കൂടെ കാണുന്നതാണ് കള്ളവോട്ടുകൾ വ്യാപകമായി ചെയ്യുന്ന ഒരു രീതി. അതായത് നമ്മുടെ യഥാർത്ഥ വോട്ട് ചെയ്യാനായി വോട്ടർ വരുമ്പോൾ ആ വോട്ട് ചെയ്തു പോയിരിക്കുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ രേഖപ്പെടുത്തിയതിൻ്റെ മാനദണ്ഡത്തിൽ നമ്മൾ വീണ്ടും പരാതിയിലെയും പോലീസ് പരാതി കൊടുക്കുന്നു, പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ടെൻഡേഡ് വോട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ വോട്ട് നമ്മൾ 2 വോട്ടും കൂടി എണ്ണിക്കഴിയുമ്പോൾ തുല്യമായി വന്നാൽ മാത്രമേ ആ ടെൻഡേഡ് വോട്ട് എണ്ണേണ്ടതായി ആവശ്യങ്ങൾ വരുന്നുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. അപ്പം സ്വന്തമായി ആ മെഷീനിൽ ചെയ്യാനുള്ള അവകാശം, ഒരു പൗരൻ്റെ അവകാശം നിഷേധിക്കുന്ന തരത്തിലുള്ള കള്ളവോട്ടുകൾ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് UDF മണ്ഡലം കമ്മിറ്റി കരിമണ്ണൂർ ആവശ്യപ്പെടുന്നത്, UDFന് വേണ്ടി ആവശ്യപ്പെടുന്നത്. ഈ രീതിയിലുള്ള പലയിടത്തും കേരളത്തിൽ നമുക്കിപ്പോൾ അറിയാം, എല്ലാ വാർത്താ ചാനലിൽ കൂടെയും എല്ലാ ബൂത്തുകളെയും ഇവിടെ തന്നെ കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂളിൽ തന്നെ 63-ഉം 66-ഉം 2 വ്യക്തികളുടെ വോട്ട് അവർ വന്നപ്പോഴത്തേക്ക് ചെയ്തു പോയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടലിൻ്റെ മോശമാണ് ഇത് ഇത്രയും ചെയ്തിരിക്കുന്നത്. നേരിട്ട് ചെയ്യാൻ സാധിക്കാത്തതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്, നല്ല വിഷമമുണ്ട്. എന്താണ് സംഭവം ഉണ്ടായത്? ഞാൻ വോട്ട് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പം എൻ്റെ ID കാർഡും സ്ലിപ്പും കൊടുത്തു കഴിഞ്ഞപ്പം അവർ ഈ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് സാറ് പറഞ്ഞു ഈ വോട്ട് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഹസ്ബൻഡിനെ വിളിച്ചു. ഉച്ച കഴിയുമ്പോൾ അവർ സംസാരിച്ചു. എന്നാൽ ഉച്ച കഴിയുമ്പോൾ വോട്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വന്നു, എല്ലാവരും കൂടി ചർച്ച ചെയ്ത് സംസാരിച്ചു. അപ്പോൾ ടെൻഡർ വോട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പം ചെയ്തു. പക്ഷെ എനിക്ക് ആ ഊർജ്ജമെല്ലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാഞ്ഞിട്ട് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഇന്നുവരെ എൻ്റെ ഒരു വോട്ട് മിസ്സാക്കിയിട്ടും ഇല്ലായിരുന്നു. ഇതാണ് ഇങ്ങനെ പറ്റിയാലും എനിക്ക് നല്ല ദുഃഖമുണ്ട്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിംഗ് കരിമണ്ണൂരിൽ നിന്നും KK വിജയൻ.